ഹായ് ഹലോ, ഇന്ന് ഞാനൊരു കഥ പറയാനായിട്ടാണ് വന്നത്. ഒരു ലോങ് സ്റ്റോറിയാണ്. 13 ഇയേഴ്സ് ബാക്കിൽ 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ആണ് കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നെ പണ്ട് മുതലേ അറിയുന്നവർക്ക് ആണെങ്കിൽ അറിയാം, ഞാനൊരു മെലിഞ്ഞ കുട്ടിയായിരുന്നു. അപ്പം മുതലേ ഞാൻ ബോഡി ഷേമിങ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മെലിഞ്ഞ കുട്ടിയാണെങ്കിൽ ഇപ്പം തടിയുള്ള കുട്ടി എന്നുള്ള രീതിയിൽ. അങ്ങനെ 6th സ്റ്റാൻഡേർഡ് ആയപ്പോഴത്തേക്ക് ഞാൻ തടി വയ്ക്കാൻ തുടങ്ങി. വിച്ച് മേക്സ് മീ ഭയങ്കര ഹാപ്പി ദാറ്റ് ഞാൻ തടിക്കാൻ തുടങ്ങി എന്നുള്ള. അങ്ങനെ ഒരു 3-4 ഇയേഴ്സ് ഞാൻ കറക്റ്റ് സോ കോൾഡ് സൊസൈറ്റി പറയുന്ന കറക്റ്റ് തടിയുള്ള കുട്ടിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് തന്നെ എനിക്ക് ശ്വാസം മുട്ടുണ്ടായിരുന്നു, കാല് വേദന, അങ്ങനെ കൊണ്ട് കാണിക്കുമ്പോൾ കാൽഷ്യം ഡെഫിഷ്യൻസി, ഡസ്റ്റ് അലർജി എന്നൊക്കെ പറയും. വലിയ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു, കാരണം യോഗയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ 10th ആയപ്പോഴത്തേക്ക് സിവിയറായിട്ട് എനിക്ക് ബോഡി വീക്കാവാൻ തുടങ്ങി, മെൻ്റലി അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോഴാണ് ഞാൻ തൈറോയിഡുള്ള കുട്ടിയാണെന്ന് ഞാൻ അറിയുന്നത്. അപ്പോൾ എനിക്ക് ഹെറിഡിറ്ററി ആയിട്ടാണ്, ഹൈപ്പോ തൈറോയിഡിസം ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ +1 +2 ആയി 3 മന്ത്സത്തേക്ക് മെഡിക്കേഷനാണ് എനിക്ക് തന്നത്. ഒരു ചെറിയ ഡോസായിരുന്നു. അപ്പം ഞാൻ അതെടുത്തിട്ട് 3 മന്ത്സ് ആയപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി ഓക്കെ ആണ്, ഞാൻ നിർത്തി. എനിക്ക് കൂടുതലായിട്ട് അതിനെപ്പറ്റി അറിയത്തില്ലായിരുന്നു, അതാണ് മെയിൻ പ്രശ്നം. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും തടിക്കാൻ തുടങ്ങി. ഞാൻ ഇടയ്ക്കൊക്കെ ഡയറ്റ് എടുക്കുന്നുണ്ടായിരുന്നു, പക്ഷേ പട്ടിണി കിടന്നാൽ പോലും ഞാൻ മെലിയത്തില്ലായിരുന്നു. പിന്നെ പതിയെ പതിയെ വീണ്ടും കൂടി, പിന്നെ ടെസ്റ്റ് ചെയ്തു, പിന്നെ ഞാൻ മെഡിക്കേഷൻ എടുക്കാൻ തുടങ്ങി. പിന്നെ ഡിഗ്രി ആയപ്പോഴത്തേക്ക് ഞാനൊരു ഡയറ്റ് എടുത്തു. ആ ഡയറ്റിൽ എൻ്റെ തൈറോയിഡ് കുറഞ്ഞു, ബട്ട് കംപ്ലീറ്റ്ലി കുറയ്ക്കാൻ നമുക്ക് പെട്ടെന്ന് പറ്റത്തില്ല. എൻ്റെ സിംറ്റംസ് ഒക്കെ പോയി, കാലുവേദന പോയി, മെൻ്റലി ഫിസിക്കലി ഒക്കെ ഞാൻ ഓക്കെ ആയി. എൻ്റെ ശ്വാസം മുട്ട് പോയി, ഒരു 8 kg കുറഞ്ഞു. പക്ഷേ ഫിസിക്കലി അത്ര ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ 8 kg കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞാൻ ഈ 3 ഇയേഴ്സായിട്ട് എനിക്ക് തൈറോയ്ഡ് വലിയ പ്രശ്നമൊന്നുമില്ല, സിംറ്റംസ് ഒന്നും വലിയ പ്രശ്നമില്ല. മെഡിസിൻ എടുക്കുന്നുണ്ട്. ഇപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ആയതിനു ശേഷം ഞാൻ മെഡിസിനൊക്കെ ഇടയ്ക്ക് മിസ്സാക്കുന്നുണ്ട്. പിന്നെ ലൈഫ് സ്റ്റൈൽ മാറിയല്ലോ. അപ്പോൾ എനിക്കിതാ ഇപ്പോൾ 8 മന്ത്സായി. ഇതുവരെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഇപ്പം എനിക്ക് ശ്വാസം മുട്ട് വന്നു വീണ്ടും. എനിക്ക് ടെൻഷൻ ആവുന്നുണ്ട്. ഇനി എനിക്ക് റെഡ്യൂസ് ആക്കണം, ആൻഡ് ഞാനത് കുറയ്ക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ ചെറിയ ഡിഫറൻസ് ഒക്കെ വരുവാണെങ്കിൽ മെഡിസിൻ എടുക്കാതെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്തിട്ട് തന്നെ മാറ്റാൻ നോക്കുക. ചെറിയ ചെറിയ സിംറ്റംസ് വരുമ്പോൾ അപ്പം തന്നെ കൊണ്ട് ഈ തൈറോയിഡൊക്കെ ടെസ്റ്റിങ്, കാരണം ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട് ഈ തൈറോയിഡ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.